ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം രേണുസുധിയെ അക്ബർ ഖാൻ സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ച ടാസ്കിലെ ആ ഒരു വിഷയം ഇപ്പോഴും വീണ്ടും എടുത്തിട്ട് രേണുസുധി എല്ലാവർക്കും നല്ലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. രേണുസുധി പറയുന്ന അക്ബർ എന്നെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ അങ്ങനെ വിളിക്കുമെന്ന്. ആരും എന്നെ ആ ഒരു വാക്ക് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയും എടി പോടി വിളിയൊന്നും കേൾക്കാനല്ല ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത്. ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയാണ് വന്നത്. ആരുടെയും സർട്ടിഫിക്കറ്റും ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. സെപ്റ്റി ടാങ്കിൽ നിന്ന് എന്നെ വിളിച്ചത് കേരളത്തിലെ സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് വിളിച്ചത് എന്നും പറഞ്ഞു. അപ്പോഴത്തേന് അപ്പാനി ശരത്താണെങ്കിൽ ഡയറക്റ്റായിട്ട് ഓടി വന്ന രേണുസുധിയെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. നീ കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ കാര്യമൊന്നും ഏറ്റെടുക്കേണ്ട, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും രേണുസുധിയുടെ സംസാരം നിർത്താനായിട്ട് തയ്യാറല്ലായിരുന്നു. പിന്നെയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അനുമോള് രേണുസുധിയെ നല്ലതായിട്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. രേണുസുധി നല്ല ബോൾഡായിട്ടുള്ള ഒരാളല്ലേ, രേണുസുധിക്ക് നാട്ടിൽ ഒത്തിരി അപമാനമൊക്കെ നേരിടേണ്ടി വന്നിട്ടും ഇത്രയും നാളൊക്കെ അതിന് പ്രതികരിച്ച് മുന്നോട്ട് പോയില്ലേ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിച്ച് നല്ല രീതിയിൽ പോയിക്കൂടാ? ഒത്തിരി ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയാനുണ്ടാകും, അവരെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ ഗെയിം എന്നും പറഞ്ഞു കൊടുത്തു അനുമോൾ.